പാലക്കാട് കരിമ്പ കല്ലടിക്കോട്ട് 2 യുവാക്കൾ ദുരൂഹ സാഹചര്യത്തിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ. 3 ഏക്കർ മരുതുംകാട് സ്വദേശി ബിനു, അയൽവാസിയായ നിതിൻ എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾക്ക് സമീപം നാടൻ തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. നിതിൻ വീടിനുള്ളിലും അതുപോലെ ബിനു വീടിന് മുന്നിലെ റോഡിലുമാണ് മരിച്ചു കിടന്നത്. നിതിനെ കൊലപ്പെടുത്തിയ ശേഷം ബിനു സ്വയം വെടിവെച്ച് മരിച്ചതാകാമെന്നാണ് സൂചന. ഇവർ തമ്മിൽ ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നുള്ള തർക്കമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് വിവരം. എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. പാലക്കാട് കല്ലടിക്കോട് മരുതംകോടാണ് നാടിനെ നടുക്കിയ സംഭവം. പ്രദേശത്തെ സർക്കാർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈകിട്ട് ബിനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സമീപത്തു നിന്നും നാടൻ തോക്കും കണ്ടെത്തി. നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. സംഭവം നടന്നതിന് തൊട്ടടുത്താണ് നിതിന്റെ വീട്. നാട്ടുകാർ ഇവിടെ എത്തി നോക്കിയപ്പോൾ നിതിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നിതിനും ബിനുവും അയൽവാസികളാണ്. നിതിന്റെ വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. ബിനു കഴിഞ്ഞ ദിവസം മോശമായി സംസാരിച്ചുവെന്ന് നിതിൻ പറഞ്ഞിരുന്നതായി അമ്മ ശൈല പറഞ്ഞു. എന്നാൽ ഇതിന്റെ കാരണം പറഞ്ഞിരുന്നില്ല. സ്റ്റേഷനിൽ വരെ വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്. അപ്പം ഞാൻ ചോദിച്ചെൻ്റെ മകന് വല്ല കുഴപ്പമുണ്ടോ? മകന് കുഴപ്പമില്ല, നിങ്ങളുടെ വാതിക്കൽ ഒരു ബോഡി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചപ്പോൾ കാളിബിനു വന്ന് പറഞ്ഞു. രാവിലെ പോയപ്പോഴും ഞാൻ പറഞ്ഞു, മോനെ ചോറെടുത്തുണ്ട്. പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്നതാണ്, ജോലി ശരിയായില്ല. ഇന്ന് 10 മണിക്ക് കല്ലടിക്കോട് പോകണമെന്ന് പറഞ്ഞ് പിന്നെ മെസ്സേജ് വിട്ടു. ആ കടയുടെ നമ്പർ ഒന്ന് കൊടുക്ക് പറഞ്ഞിട്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല എന്താ അവിടെ സംഭവിച്ചെന്ന്. ബിനുവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഭീഷണിയൊന്നുമില്ല. മിനിഞ്ഞാന്നും കൂടെ ഞാൻ അവനെ കണ്ടതല്ലേ. പിന്നെ അവനെന്തോന്ന് അർത്ഥം ഇവനോട് പറഞ്ഞു എന്നാ പറയുന്നത്. എന്താന്ന് എനിക്ക് അറിയത്തില്ല. ബിനു ഇതിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവര് തമ്മിലൊന്നും എനിക്കറിയത്തില്ല. സ്നേഹമായിട്ട് ബിനുചേട്ടാന്നേ അവൻ വിളിക്കുള്ളൂ. പക്ഷെ അവര് തമ്മിലൊരു ടച്ചും ഇല്ല, ഒരു ദേഷ്യത്തോടെ ഒരു വർത്താനം ഒന്നുമില്ല. കാണുമ്പോ ബിനുചേട്ടാന്ന് വിളിക്കും. അവന്റെ കൈ തോക്കുണ്ട്, ഇവന്റെ ബിനുവിന്റെ കയ്യില്. എന്താ സംഭവിച്ചെന്നൊന്നും അറിയത്തില്ല. ഞാൻ എങ്ങനെ അറിയുന്നത്? ബിനുവിന് 42 വയസ്സും നിതിന് 26 വയസ്സുമാണ്. ടാപ്പിംഗ് തൊഴിലാളിയാണ് ബിനു. ഇവർ തമ്മിൽ ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നുള്ള തർക്കമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. സംഭവം നടന്നത് നിരന്തരം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന കാർഷിക മേഖലയായ പ്രദേശത്താണ്. ജനവാസം കുറവായ പ്രദേശമായതിനാലാണ് സംഭവം പുറത്തറിയാൻ വൈകിയത്. കല്ലടിക്കോട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. നിതിനെ വെടിവെച്ച ശേഷം ബിനു സ്വയം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. 2 മൃതദേഹങ്ങളിലും വെടിയേറ്റതിന്റെ പാടുകളുണ്ട്. വെടിവെച്ചതിന്റെ 2 മണിക്കൂർ മുമ്പ് വരെ ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നു. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരൂ എന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു. നിതിൻ ജോലിക്കായി അഭിമുഖത്തിന് പോകാനിരിക്കെയാണ് മരണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്.